അങ്ങനെ തൃശൂരിലെ വോട്ട് ചോരി വിവാദം MP ആയി ജയിച്ചു കയറിയ സുരേഷ് ഗോപി വാ തുറക്കുന്നില്ല എന്നതായിരുന്നല്ലോ ഇന്ന് രാവിലെ വരെയുള്ള പരാതി. അങ്ങനെ സുരേഷ് ഗോപി വാ തുറന്നിട്ടുണ്ട്. പ്രതിഷേധിച്ചവർക്ക് വേണ്ടതെല്ലാം വാരിക്കോരി തന്നിട്ടുണ്ട്. കേട്ടോളൂ. ഇവിടുന്ന് കുറച്ച് വാനരന്മാർ ഇറങ്ങിയല്ലോ, ഒരു ഉന്നയിക്കലുമായിട്ട്. അവരൊക്കെ അങ്ങോട്ട് പോകാൻ പറ. പ്രതിഷേധിച്ചവരെ കുരങ്ങന്മാർ എന്ന് സംബോധന ചെയ്ത സുരേഷ് ഗോപി വലിയൊരു വിവാദത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടർ അടക്കമുള്ള ചാനലുകാർ പറയുന്നത്. അതിന്റെ പേരിൽ അവരിപ്പോ ചർച്ച തുടങ്ങി കഴിഞ്ഞ രാത്രി അതിന്റെ പേരിൽ വലിയ വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നിരിക്കാം. അതായത് പ്രതിഷേധിക്കുന്നവരെ കുരങ്ങന്മാർ എന്ന് അഭിസംബോധന ചെയ്യുന്നത് ശരിയാണോ? സുരേഷ് ഗോപിയുടെ ഭാഗത്ത് വന്ന വലിയൊരു മിസ്റ്റേക്ക് അല്ലേ അത്? അപ്പൊ സുരേഷ് ഗോപിനെ എന്തൊക്കെ പറഞ്ഞ് പ്രതിഷേധിക്കുന്ന ആളുകൾ അഭിസംബോധന ചെയ്തിട്ടുണ്ട്? അപ്പൊ നമുക്ക് അതേക്കുറിച്ച് ചർച്ച ചെയ്യാം. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി സംഭാവനകളുടെ കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇത് കാണുന്ന പ്രേക്ഷകർ ഞങ്ങൾക്ക് നൽകുന്ന സംഭാവനകൾ കൊണ്ടാണ്. ഞങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന യൂട്യൂബ്, ഫേസ്ബുക്ക് പോലുള്ള മാധ്യമങ്ങൾ പൈസ തരുന്ന ഒരു പരിപാടിയുണ്ട്. അതിനെയാണ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. അത് കുറെ പേര് നെഗറ്റീവ് റിപ്പോർട്ട് അടിച്ചത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇല്ലാത്തൊരവസ്ഥ വന്നിരിക്കുകയാണ്. മാസങ്ങളായി ഇതേ അവസ്ഥയിലൂടെ തുടർന്നുകൊണ്ടുപോയി ചാനൽ നിർത്തേണ്ടി വരും എന്നൊരവസ്ഥ ആയപ്പോഴാണ് കാണുന്ന പ്രേക്ഷകരോട് നമ്മൾ സംഭാവനകൾ ചോദിക്കുന്നത്. തുടർന്നും ഈ വീഡിയോസ് ചെയ്യാൻ വേണ്ട ചിലവുകളിലേക്ക് സംഭാവന ചോദിക്കുമ്പോൾ ഞങ്ങൾ എന്തിനാണ് തനിക്ക് സംഭാവന തരുന്നത് എന്ന് കുറെ പേര് കമന്റ് ഇടാറുണ്ട്. ഞാൻ ഇത് ചെയ്യുന്നത് ഇഷ്ടമുള്ള ആളുകളോടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ സംഭാവന ചോദിക്കുന്നത്. കേൾക്കാൻ ഇഷ്ടമുള്ള ആളുകളോട്. ഇഷ്ടമില്ലാത്തവർ തരണം എന്നില്ല. അപ്പൊ നിങ്ങൾ ഇതിലില്ല, കണ്ടാൽ മതി. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പൊ സുരേഷ് ഗോപി കള്ളവോട്ട് കൊണ്ടാണ് ജയിച്ചത് എന്നൊരു വ്യാപകമായിട്ടുള്ള ഒരു പ്രതിഷേധമാണല്ലോ. അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു പ്രചരണമാണ് സത്യത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? വോട്ടർ പട്ടികയിലാണ് പിഴവെന്നതാണ് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് കണ്ടുപിടിച്ചത്. ഇന്ന് വരെയും ഈ ഒരു കാര്യത്തിന്റെ പേരിൽ പുറത്തു വന്ന ക്രമക്കേടുകളെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് വോട്ടർ പട്ടികയിൽ നല്ല രീതിയിലുള്ള പിഴവുകളുണ്ട്. ചിലരുടെ അഡ്രസ്സ് കറക്റ്റ് ആയിട്ട് അതിനകത്ത് അഡ്രസ് ചെയ്യപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അപ്ഡേറ്റ് ആയിട്ടില്ല, പേര് കറക്റ്റ് അല്ല, അച്ഛന്റെ പേര് കറക്റ്റ് അല്ല, വീട്ടു നമ്പർ കറക്റ്റ് അല്ല, അതുപോലെ തന്നെ വയസ്സും കറക്റ്റ് അല്ല, അഡ്രസ്സ് കറക്റ്റ് അല്ല. രണ്ടിടങ്ങളിൽ ചിലർക്ക് വോട്ടുണ്ട്. അപ്പൊ നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാം ഒരുപാട് ആളുകൾ ഇത് തിരുത്താൻ വേണ്ടിയിട്ടുള്ള അപേക്ഷാ ഫോമുകളെല്ലാം പൂരിപ്പിച്ച് ഓൾറെഡി നൽകിയിട്ടുള്ളതാണ്. എന്നിട്ടും അതൊന്നും തന്നെ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അല്ലാതെ കള്ള വോട്ടുകൾ, അതായത് ഒരാൾ തന്നെ 4ഓ 5ഓ ഇടത്ത് അല്ലെങ്കിൽ ഒന്നിലധികം ഇടത്ത് വോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു കാര്യം നടന്നതായിട്ട് ഒരാളും പറയുന്നില്ല. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സുരേഷ് ഗോപി ആവട്ടെ, സുരേഷ് ഗോപിയുടെ കുടുംബമാവട്ടെ, അവർക്ക് രണ്ടിടങ്ങളിൽ വോട്ടുണ്ട് എന്നതല്ലാതെ അവർ രണ്ടിടങ്ങളിൽ വോട്ട് ചെയ്തു എന്നിവർ പറയുന്നില്ല. അങ്ങനെ ഒരു തെളിവുമില്ല. മറിച്ച് അവർക്ക് 2 സ്ഥലത്ത് വോട്ടുണ്ട്. തൃശ്ശൂരിൽ മത്സരിക്കുന്ന സമയത്ത് ഏകദേശം വർഷങ്ങളായിട്ട് അവിടെ താമസമായിരുന്ന സുരേഷ് ഗോപിക്കും കുടുംബത്തിനും അവിടെ വോട്ട് ചേർക്കുക എന്ന് പറയുന്നത് നിയമപരമായിട്ട് യാതൊരു രീതിയിലുള്ള ഒബ്ജക്ഷൻ ഇല്ലാത്ത ഒരു കാര്യമാണ്. അത് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു സംഗതിയാണ്. ഇപ്പൊ നമുക്കറിയാം പറവൂര് MLA VD സതീശൻ, അദ്ദേഹം പറവൂരുകാരനാണോ? അല്ല. പക്ഷെ ഇപ്പൊ അദ്ദേഹം എവിടെയാണ് വോട്ട് ചെയ്യുന്നത്? അദ്ദേഹം എവിടെയാണ് സ്ഥിരതാമസമായിരിക്കുന്നത്? അവിടെയാണ് വോട്ട് ചെയ്യുന്നത് അല്ലെ? ഒരുപാട് പേര് ഇങ്ങനെ മാറിപ്പോയി നിന്ന് അവിടെ മത്സരിച്ച് ജയിച്ച് അവിടെ വോട്ട് ചേർത്ത് ഇതൊക്കെ ചെയ്യുന്ന സംഗതിയാണ്. എനിക്ക് ഇപ്പോൾ ഒരു വ്യക്തിക്ക് വോട്ട് ചെയ്യണം എന്നാണെങ്കിൽ, അദ്ദേഹം അവിടെ മത്സരിക്കാൻ സാധ്യത ഉണ്ടെന്ന് കാണുവാണെങ്കിൽ അവിടെ പോയി കുറച്ചു നാൾ താമസിച്ച് അവിടെ വോട്ട് ചേർത്ത് അവിടെ വോട്ട് ചെയ്ത് പിന്നെ അത് കഴിയുമ്പോൾ എനിക്ക് തിരികെ വരാവുന്നതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേറെ വോട്ടർ പട്ടികയാണ്. പാർലമെന്റിനും നിയമസഭയ്ക്കും ഒരു വോട്ടർ പട്ടികയാണ്, 2 വോട്ടർ പട്ടികയാണ് ഇന്ത്യയിൽ നിലവിലുള്ളത്. അപ്പൊ ഈ തിരുത്തലുകളൊന്നും കൃത്യമായി അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നത് മാത്രമാണ് പിഴവായി എല്ലാവരും തന്നെ ഉന്നയിക്കുന്നത്. മറിച്ച് 2ഉം 3ഉം ഇടത്ത് ആരെങ്കിലും വോട്ട് ചെയ്തു, അത് BJPക്കാരാവട്ടെ മറ്റ് ആൾക്കാരാവട്ടെ, അതിനെയാണ് നമ്മൾ കള്ളവോട്ട് എന്ന് പറയുന്നത്. അതിനൊരു തെളിവ് ഇവിടെ ഇല്ല. നിങ്ങൾ ആ വാക്ക് ഉപയോഗിച്ചത് കൊണ്ട് വോട്ടർ പട്ടികയിലുള്ള പിഴവിനെ കള്ളവോട്ടായി നിങ്ങൾ വ്യാഖ്യാനിച്ചത് കൊണ്ട് ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ തെറ്റിദ്ധരിക്കേണ്ട, ഇവിടെ അങ്ങനെ ഒരു സംഗതി നടന്നിട്ടില്ല. ഈ വന്നിരിക്കുന്ന വോട്ടുകളെല്ലാം തന്നെ കൃത്യമാണ്. ഇവരുടെയൊക്കെ വിവരങ്ങളിൽ തെറ്റുണ്ട്, അച്ചടിപ്പിശകുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ചർച്ചയാവുന്നത്. അതാണ് ഈ എടുത്തു പൊക്കിക്കൊണ്ട് വരുന്നത്. ഒരിടത്ത് 2ഇടത്തൊക്കെ വോട്ടുള്ള ആൾക്കാരുണ്ട്, പക്ഷെ വോട്ട് ചെയ്തിരിക്കുന്നതെല്ലാം ഒരിടത്താണ്. അപ്പം ഇത് ഇങ്ങനൊരു കാര്യമായതുകൊണ്ട് തന്നെയാണ് കള്ളവോട്ട് എന്ന് പറയുന്ന ഒരു സംഗതിക്ക് ആധികാരികമായി തെളിവുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് ആർക്കും അറിയാൻ പാടില്ലാത്തല്ല. ഇലക്ഷൻ കമ്മീഷനിലോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലോ ഒക്കെ കേസ് കൊടുക്കാൻ എല്ലാവർക്കും അറിയാം. പക്ഷെ അവരാരും അതിന് മുതിരാത്തത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു കാര്യത്തിന് കേസ് കൊടുക്കാൻ, വാലിഡ് ആയിട്ട് കേസ് കൊടുക്കാൻ പാടുള്ളത് സ്ഥാനാർത്ഥികൾ മാത്രമാണ്. അല്ലാതെ വേറൊരു പൗരൻ, ഇപ്പൊ എനിക്ക് എന്റെ വോട്ടർ പട്ടിക തിരുത്താനായിട്ട് എന്റെ പേരോ എന്റെ അഡ്രസ്സോ അതിന് എനിക്ക് കൊടുക്കാമെന്നല്ലാതെ ഇങ്ങനെ സുരേഷ് ഗോപി ജയിച്ചത് കള്ളവോട്ട് കൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കൊണ്ടുപോയി പരാതി നൽകാനായിട്ടുള്ള വകുപ്പില്ല. ആകെ നൽകാനായിട്ട് 2 പേർക്കേ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ സാധിക്കും. ആരൊക്കെയാണ്? മുരളീധരനും നമ്മുടെ സുനിൽകുമാറും. ഇവര് 2 പേരും അതിന് തയ്യാറായിട്ടില്ല. എന്നാൽ മുൻപ് ഇവിടുത്തെ MP ആയിരുന്ന, ഇത്തവണ മത്സരിക്കാൻ വേണ്ടി കച്ചയായിട്ട് ഇറങ്ങിയിട്ട് അത് നടക്കാതെ പോയ നമ്മുടെ പ്രതാപൻ പരാതി കൊടുത്തിട്ടുണ്ട്. പ്രതാപന് ഭയങ്കര ചങ്കുറ്റ. എവിടെ പരാതി കൊടുത്തിരിക്കുന്നത്? പോലീസ് സ്റ്റേഷനിൽ. പ്രതാപൻ അറിയാം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് കാര്യമില്ല, ഇലക്ഷൻ കമ്മീഷനിൽ അല്ലെങ്കിൽ കോടതിയിലാണ് പരാതി കൊടുക്കേണ്ടത്. പക്ഷെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങില്ലേ? മറ്റേ സത്യവാങ്മൂലം ഒപ്പിട്ട് കൊടുക്കണം. അങ്ങനെ സത്യവാങ്മൂലം ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രതാപന് തന്നെ അറിയാം ഇതിനകത്തൊന്നും ഇല്ല. അപ്പൊ പ്രതാപൻ അകത്ത് പോകേണ്ടി വരും. അപ്പൊ അത് പറ്റത്തില്ല. പക്ഷേ നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ പരാതി കൊടുക്കുന്നുണ്ട്, ഞാൻ ഇവിടെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ, അടുത്ത ഇലക്ഷൻ വരുമ്പോൾ എന്നെ പരിഗണിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഒരു സംഗതി തിരിഞ്ഞു. സംഭവം എന്താന്ന് വെച്ചാൽ ഈ പ്രതാപന്റെ ചേട്ടന്റെ മകൾക്ക് ഒരു പഞ്ചായത്തിൽ തന്നെ 2ഇടത്ത് വോട്ടുണ്ട്.
മനസ്സിലായില്ലേ? തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിന്റെ സംഭവം അതിപ്പോ കുറെ BJP-ക്കാർ കുറെ പേര് പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ പ്രതാപൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചിട്ടുണ്ട് ഇതിനെപ്പറ്റി പ്രതാപന്റെ മൊഴി എടുക്കാൻ. അപ്പൊ പ്രതാപൻ എന്താണ് വിചാരിക്കുന്നത്? കേന്ദ്രമന്ത്രിയെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പോലീസുകാർ ഇതിനെപ്പറ്റി ചോദിക്കുമെന്നാണോ? അതിനുള്ള അധികാരം അവർക്കുണ്ടോ? ഇല്ലല്ലോ, അവർക്ക് അധികാരം ഇല്ലല്ലോ. സുരേഷ് ഗോപി മിണ്ടുന്നില്ല എന്ന് പറഞ്ഞ് സുരേഷ് ഗോപി മിണ്ടി. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞ ഇതേ കാര്യമാണ് പറഞ്ഞത്. ഒന്നുകിൽ ഇലക്ഷൻ കമ്മീഷനിൽ, അല്ലെന്നുണ്ടെങ്കിൽ കോടതിയിൽ പരാതിയുള്ളവർ രേഖാമൂലം എനിക്ക് ഇന്ന പരാതി ഉണ്ടെന്നും ഞാൻ ഈ ഹാജരാക്കുന്ന തെളിവുകളെല്ലാം റെലവന്റ് ആണെന്ന് ഞാൻ തന്നെ ഉറപ്പിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് സത്യവാങ്മൂലം അടക്കം ഒപ്പിട്ട് കൊടുത്ത് പരാതി കൊടുക്കണം. ഞാൻ ചോദിക്കുവാണ്, ഞാൻ ഈ പറയുന്ന ഈ രാഹുൽ ഗാന്ധി വിഷയത്തിന് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളോട് ഞാൻ വ്യക്തമായി പറയുകയാണ്, സുരേന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ നട്ടെല്ലിന് ഉറപ്പുണ്ടെങ്കിൽ കൊണ്ടുപോയി ഇലക്ഷൻ കമ്മീഷനിൽ പരാതി കൊടുക്കും. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ എവിഡൻസ് എല്ലാം വെച്ച് സത്യവാങ്മൂലം ഒപ്പിട്ട് കൊടുത്ത് സുരേഷ് ഗോപി വിജയിച്ചത് സംശയാസ്പദമാണ്, റെലവന്റ് ആയിട്ടുള്ള വോട്ടല്ല കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കും, അല്ലെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി പരാതി കൊടുക്കും. നട്ടെല്ലിന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യൂ. വാ കൊണ്ട് താളം അടിച്ചുകൊണ്ട് കാര്യമായില്ല. കേന്ദ്രമന്ത്രിയാണ്, കേന്ദ്രമന്ത്രിയായി നിങ്ങൾക്ക് എത്രയൊക്കെ ദഹിച്ചില്ലെങ്കിലും അദ്ദേഹം ജയിച്ചു കയറി. ഇപ്പോ ഈ പ്രതിഷേധിച്ച ആൾക്കാരെ കൊരങ്ങന്മാരെന്ന് വിളിച്ചത് വലിയ മോശക്കേടായിപ്പോയി. വിവാദ പരാമർശം ചെയ്യേണ്ടത് ചെയ്യാതെ നടുറോഡിലിറങ്ങി ഒരു സർക്കാർ ഓഫീസിൽ, ഒരു MP-യുടെ ഓഫീസിലും റോട്ടിൽ നിൽക്കുന്ന അല്ലെങ്കിൽ റോട്ടിൽ പല പല കാര്യങ്ങൾക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളെ അടക്കം ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് പേക്കൂത്ത് കാണിക്കുന്ന ആളുകളെ മനുഷ്യരെന്നാണോ വിശേഷിപ്പിക്കേണ്ടത്? എങ്ങനെയാണ് കുരങ്ങന്മാരെന്ന് പറയുന്നത്? വിവാദ പരാമർശം എനിക്ക് മനസ്സിലാകും. കുരങ്ങനാണ് ശരിക്കും പറഞ്ഞ ഇങ്ങനെ ഓരോ സാധനങ്ങൾ വാരുക, ഒരു നശിപ്പിക്കുക, എറിയുക, പൊട്ടിക്കുക, കല്ലെറിയ, വീണ്ടും വിചാരമില്ലാതെ ഇങ്ങനെ പ്രവർത്തിക്കുക. കൃത്യമായിട്ടുള്ളൊരു വിശേഷണമല്ലേ ശരിക്കും പറഞ്ഞാൽ കിട്ടിയത്? മനുഷ്യരാണെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ ഒരു നീതി ന്യായ വ്യവസ്ഥയുണ്ട്, ഒരു നിയമമുണ്ട്, ഒരു ഭരണഘടനയുണ്ട്. അതിന് കീഴിൽ വ്യക്തമായ തെളിവുകളോടുകൂടി നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയെ സമീപിക്കൂ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കൂ. ഞാൻ പറഞ്ഞില്ലേ, ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇലക്ഷൻ ഫോർജറി കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ ജയം അസാധുവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കോടതി വഴി മാത്രമേ പറ്റുള്ളൂ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കോ. നിങ്ങൾ ഇവിടെ നിന്നോട് പറഞ്ഞ് സുരേഷ് ഗോപി രാജിവെക്കുന്നു പറയണമല്ലൊന്നും അല്ല, കോടതി വിധി വരണം ആ ജയം റദ്ദാക്കിക്കൊണ്ട്. അങ്ങനെ വന്നിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയുടേത്. അതേ തുടർന്നാണ് അടിയന്തരാവസ്ഥ ഉണ്ടായത്, അതും ജനങ്ങളുടെ മുതുകത്താ വന്നത്. അത്രയൊന്നും ഫാസിസ്റ്റ് ഭരണകൂടമൊന്നും അല്ല BJP. അവരങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും പല ആളുകളും ആശിച്ചു പോകുന്നുണ്ട്. അവരങ്ങനെ അല്ലാത്തതിന്റെയാണ് ഈ തോന്നിവാസ പേക്കൂത്തുകൾ മുഴുവൻ ഇവിടെ നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് BJP-യുടെ കീഴിൽ യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ മോദി ഫാസിസ്റ്റ് ആണെന്ന് പറഞ്ഞൊന്നും നിങ്ങൾ നടത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടത്തിന് ഇവിടെ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് ഇന്ത്യയിൽ തന്നിരിക്കുന്നത്. വേറെ ഒരു രാജ്യത്ത് ഇത്രയും സ്വാതന്ത്ര്യമില്ല. അതിന്റെയാണല്ലോ ഈ കാണിക്കുന്നത്. റെലവന്റ് ആയ ഒരു കാര്യമാണെങ്കിൽ മാന്യമായി മര്യാദയായി നിയമപരമായി നേരിടേണ്ടതിന് പകരം നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ നടുറോട്ടിൽ കിടന്ന് പേക്കൂത്ത് കാണിക്കുകയാണ്. പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടും പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ടും ഡാൻസ് കളിക്കുന്ന ആൾക്കാരെ കുരങ്ങന്മാരെന്നല്ലാതെ വേറെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത്? പിന്നെ കേന്ദ്രമന്ത്രിയായ ഇദ്ദേഹം പ്രതിഷേധിച്ചവരെ കുരങ്ങന്മാരെന്ന് പറഞ്ഞപ്പോൾ ഇത്രയധികം പൊള്ളിയ നിങ്ങൾ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയെ മറുപക്ഷത്തുള്ള ഓരോ വ്യക്തിയും, അത് എന്ത് പ്രായമൊക്കെ ഉള്ള വ്യക്തികളാണ് നിങ്ങളൊന്നും ചിന്തിക്കണം, യുവാക്കളടക്കം വായിൽ തോന്നിയത് പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ വായിൽ പഴമായിരുന്നു. അപ്പോഴൊന്നും നിങ്ങൾ വിവാദമാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ശരിയായില്ലേ, വ്യക്തിപരമായി പോലും അധിക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞ് രംഗത്ത് വന്നില്ലല്ലോ. പ്രേക്ഷകരെ നിങ്ങൾ കാണണം, അദ്ദേഹം ഓരോ വ്യക്തി, ഈ പറയുന്ന എതിർപക്ഷത്ത് നിൽക്കുന്ന ഓരോ വ്യക്തിയിൽ നിന്നും കേൾക്കുന്നത് എത്രത്തോളം വേദനിപ്പിക്കുന്ന, എത്രത്തോളം ഹീനമായിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളത് നിങ്ങളൊന്ന് കാണണം, കണ്ടോളൂ. പണ്ടൊരു സിനിമയിൽ ജഗതി അവതരിപ്പിച്ച ഒരു കഥാപാത്രമാണ് കുമ്പിടി, അല്ലെ? ഗോപി കാറെടുത്തപ്പോ ഗോപിയുടെ വീട് എവിടെയാ? പോണ്ടിച്ചേരി. ഗോപിയുടെ സ്വന്തം നാട് എവിടെയാ? കൊല്ലം. ഗോപി മത്സരിച്ചത് എവിടെയാ? ഗോപിയുടെ താമസം ഇപ്പൊ എവിടെയാ? അപ്പൊ എല്ലായിടത്തും ഗോപിയാണ്. ഗോപിയുടെ ഡ്രൈവറുടെ വോട്ട് തൃശൂരിൽ, ഗോപിയുടെ അനുജന്റെ വോട്ട്, സഹോദരന്റെ വോട്ട് തൃശൂരിൽ, ഗോപിയുടെ കുടുംബക്കാരെ മൊത്തം വോട്ട് തൃശൂരിൽ. ഇങ്ങനെ അവളെയും ഇവളെയും അവിടെയുമെല്ലാം ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന കുമ്പിടി കഥാപാത്രം ഇനി മുതൽ തൃശൂരിന്റെ MP സുരേഷ് ഗോപിയല്ല, സാക്ഷാൽ കുമ്പിടി ഗോപിയാണ്. കുമ്പിടി ഗോപി എന്നാണ് ഈ MP ഇനി മുതൽ അറിയപ്പെടുക, കുമ്പിടി. ഇത് DYFIയുടെ സനോജ്, ഇദ്ദേഹം ഇഷ്ടത്തിന് സംസാരിക്കുകയാണ്. 75,000 പേരുടെ ഭൂരിപക്ഷത്തോടുകൂടി MP ആയി ജയിച്ചു കയറിയ ഒരു കാൻഡിഡേറ്റിനെ കുറിച്ച് ഇദ്ദേഹം ഇഷ്ടത്തിന് സംസാരിക്കുകയാണ്. കൊണ്ട് ഇങ്ങനെ പറയാനല്ലാതെ മറ്റൊന്നും ഇവർക്ക് സാധിക്കില്ല. ഇവരുടെ കയ്യിൽ തെളിവുകളില്ല. നിങ്ങൾ മനസ്സിലാക്കൂ, ആരും കള്ള വോട്ട് ചെയ്തിട്ടില്ല, ഒരാളും ഒന്നിലധികം സ്ഥലത്ത് വോട്ട് ചെയ്തിട്ടില്ല. വോട്ടർ പട്ടികയിൽ പിഴവുണ്ടെങ്കിൽ സുരേഷ് ഗോപിയുടെ ജയം റദ്ദാക്കണം എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ മനസ്സിലാക്കിക്കോളൂ, പാർലമെന്റ് ഇലക്ഷന്റെയും നിയമസഭ ഇലക്ഷന്റെയും വോട്ടർ പട്ടിക ഒന്നാണ്. കഴിഞ്ഞ MP ഇലക്ഷൻ റദ്ദാക്കണമെങ്കിൽ കഴിഞ്ഞ നിയമസഭ ഇലക്ഷൻ കേരളത്തിൽ നടന്ന പിണറായി വിജയന്റെ മന്ത്രിസഭ ജയിച്ചു കയറിയ ഇലക്ഷനും റദ്ദാക്കേണ്ടി വരും. നിങ്ങൾ യോജിക്കുമോ അതിനോട്? ഇതേ വോട്ടർ പട്ടിക വെച്ച് തന്നെയാണ് അവിടെയും ഇലക്ഷൻ നടന്നത്. ഇതേ ആൾക്കാർ തന്നെയാണ് വോട്ട് ചെയ്തിരിക്കുന്നത്.
സുരേഷ് ഗോപി ജയിച്ചത് കള്ളവോട്ട് കൊണ്ടാണെങ്കിൽ പിണറായി വിജയൻ ജയിച്ചതും കള്ളവോട്ട് കൊണ്ട് തന്നെ ആവണം. അത് നിങ്ങൾ സമ്മതിക്കുമോ? സമ്മതിക്കാതെ നിവൃത്തിയില്ല. കാരണം ഒറ്റ ലിസ്റ്റാണ്. ലിസ്റ്റിനാണ് പിഴവെങ്കിൽ ഈ 2 ഇലക്ഷനും നടക്കാൻ പാടില്ല, അല്ലെങ്കിൽ നടന്നത് മാറ്റി കുറിക്കണം. അപ്പൊ കോടതിയിൽ പോകൂ. അല്ലാതെ ഇതിനൊരു തീർവില്ല. നിങ്ങൾ നാവിട്ടലച്ചിട്ടോ നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ചിട്ടോ നിങ്ങളുടെ വിചാരം എന്താ? ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും ഒക്കെ കാണിച്ചതുപോലെ ഓരോ ഗവൺമെന്റ് ഓഫീസിലും ഒക്കെ കയറി ശിവൻകുട്ടി സാറ് പണ്ട് നിയമസഭയിൽ കാണിച്ചതുപോലെ മുണ്ടൊക്കെ പൊക്കി ഓരോ സാധനങ്ങളൊക്കെ നശിപ്പിച്ചാൽ നിങ്ങളെ പേടിച്ച് സുരേഷ് ഗോപി രാജിവെക്കുമെന്നോ അല്ലെങ്കിൽ മോദി രാജിവെക്കുമെന്നോ? നേരം വെളുത്തു എനിക്ക് പകൽ സ്വപ്നം കാണുന്ന അത്ര നല്ലതല്ല. അങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നോണ്ട് ഈ അവസ്ഥ വന്നത്. മിടുക്കനായിട്ട് നിങ്ങൾക്ക് വാഴ്ത്തുന്നുണ്ടല്ലോ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ്. വളരെ അടുക്കും ചിട്ടയോടുകൂടി പഠിച്ച് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് എന്താ പറയാ പ്രസ് മീറ്റ് നടത്തി. അതിലൊക്കെയാണല്ലോ നിങ്ങൾ ഇംപ്രസ്ഡ് ആയി പോയിരിക്കുന്നത്. ഈ പറയുന്ന 10-11 വർഷമായിട്ട് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ഒരു കിണയും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് ചെയ്തൊരു കാര്യം അതിൽ നിങ്ങൾ ഇംപ്രസ്ഡ് ആയി പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയിരിക്കുന്നത് എന്തെങ്കിലും ഒന്ന് ഇയാൾ ചെയ്യുമോ പണ്ടാരം ഒന്ന് ഞെളിയാനായിട്ടൊന്ന്. അതിപ്പം നിങ്ങൾക്ക് കിട്ടി. അതിന്റെ ഞെളിച്ചിലാണ് ഈ രാഗ ഫാൻസ് മൊത്തം ഇവിടെ കാണിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. സിമ്പിൾ ആയിട്ട് ഞാൻ ചോദിക്കുക, 11 വർഷം എടുത്തു സ്വന്തം രാജ്യത്തിന്റെ വോട്ടർ പട്ടിക എടുത്തൊന്ന് പരിശോധിക്കാൻ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിന്. 11 വർഷമായിട്ട് അപ്പുറത്ത് മാറി കുത്തിയിരുന്ന് എന്തെടുക്കുമായിരുന്നു? അപ്പൊ വൈകി വിവേദം ഉദിക്കുന്ന ഒരു മനുഷ്യനാണെന്നുള്ളതാണല്ലോ ഇപ്പൊ വെളിപ്പെട്ട് വന്നിരിക്കുന്നത്. ഇതിലപ്പുറം അയാളെ അനുഗമിക്കുന്നത് ശരിയല്ല. ഇന്ത്യ ഒരിടത്തും എത്തില്ല. അയാൾ ഭാവി പ്രധാനമന്ത്രിയാണ്. ഇനിയും അയാൾക്ക് ആ ഒരു പട്ടവേ ഉള്ളൂ. അയാൾ ഒരിക്കലും പ്രധാനമന്ത്രിയാകാൻ പാടില്ല. ഇങ്ങനെ ഒരു ബുദ്ധിയില്ലാത്ത ഒരു മനുഷ്യൻ, എല്ലാ കാര്യങ്ങളും വളരെ വൈകി മാത്രം ചെയ്യുന്ന ഒരു മനുഷ്യൻ, വികാരക്ഷോഭത്താൽ ഇങ്ങനെ പ്രതികരിക്കുന്ന ഒരു മനുഷ്യൻ, അങ്ങനെ അല്ലെന്നൊക്കെ പറയാൻ പറ്റുമോ? മൻമോഹൻ സിംഗിന്റെ ബില്ല്, ഓർഡിനൻസ് ബില്ല് പബ്ലിക്കായിട്ട് കീറികളഞ്ഞ സംഭവമൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണല്ലോ. അതൊക്കെ ഒരു സാമാന്യ മര്യാദയുള്ള ഒരു എന്താ പറയുക ഒരു ക്യാരക്ടറുള്ള ഒരു നേതാവ് ചെയ്യുന്നതാണോ? കുട്ടികൾ പോലും ചെയ്യില്ല. അപ്പൊ ഇങ്ങനെ ഒരാളാണോ നിങ്ങൾ ഇന്ത്യയുടെ തലപ്പത്ത് കൊണ്ടുവന്ന് വെക്കുന്നതെന്ന് പറയുന്നത്? ഡെഡ് എക്കണോമി എന്നാണ് വിളിച്ചത് അദ്ദേഹം ഇന്ത്യയുടെ എക്കണോമിനെ. ഇന്ന് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ഈ ലോകത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഗ്ലോബൽ എക്കണോമി. ഇന്ത്യയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ മറിച്ചു വെക്കാനായിട്ട് മറ്റൊന്നും ഇവിടെ ഇല്ല, ലോകത്തിലില്ല. ഇവിടെ വലിയ കോൺഫ്ലിക്റ്റ് റഷ്യയും അതുപോലെ തന്നെ അമേരിക്കയും ഇന്ത്യയും ഒക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഇതിന്റെ തലപ്പത്ത് രാഹുൽ ഗാന്ധിയെ പോലെ ഒരു വ്യക്തി വന്നിട്ട് എന്ത് ചെയ്യാനാ? അപ്പൊ ഇപ്പൊ പഠിച്ചല്ലോ, ഈ കുറച്ച് നാളത്തെ ഹാർഡ് കോപ്പി കിട്ടിയിട്ട് പഠിച്ച വ്യക്തിനോട് ബാക്കിയും കൂടി പഠിക്കാൻ പറ. എന്നിട്ട് ഈ പറയുന്ന ഇലക്ഷൻ എന്ന് പറയുന്ന സംവിധാനം കുറച്ചും കൂടി കാര്യക്ഷമമാക്കാൻ വോട്ടർ പട്ടിക ഓരോ സ്റ്റേറ്റിലും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇനിയുള്ള നോക്കി ചെയ്യാൻ പറ. ഇതൊന്നും പറ്റില്ലെങ്കിൽ കോടതി പോകാൻ പറ. സുപ്രീം കോടതിയുടെ കയ്യിൽ നിന്ന് ബാക്കിയുള്ളതും കൂടി മേടിക്കാൻ പറ. ഇതിലപ്പുറത്തേക്ക് നിങ്ങളോട് ഈ കാര്യത്തെ പറ്റി വിശദീകരിക്കാൻ ഒന്നും സാധിക്കില്ല. നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾ വിശ്വസിച്ചുകൊള്ളുക. എന്ത് തന്നെയാണെങ്കിലും ഞാൻ വീണ്ടും പറയാണ്, മോദി 3ാം വട്ടം ഇവിടെ പ്രധാനമന്ത്രിയായി. മോദി ഇത്തവണത്തെ ഇൻഡിപെൻഡൻസ് ഡേക്ക് റെഡ് ഫോർട്ടിൽ പതാക ഉയർത്തി. ചെയ്യില്ല എന്ന് വെല്ലുവിളിച്ച പലരും ഉണ്ടായിരുന്നു, നിങ്ങളുടെ ഈ പ്രതിപക്ഷ നേതാവ് അടക്കം. പക്ഷേ അദ്ദേഹം ഉയർത്തി. സുരേഷ് ഗോപി തൃശ്ശൂരിലെ MP ആണ്, ഇന്ത്യയിലെ കേന്ദ്രമന്ത്രിയാണ്. ഇതൊക്കെ ഒന്ന് ദഹിപ്പിക്ക്, വേറെ വഴിയില്ല. അപ്പൊ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.